കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 43-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. ഒരുക്കത്തിൻ്റെ സമയം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങാൻ തുടങ്ങുക. ആദ്യപടിയായി ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയും കൂദാശകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക. മറ്റുള്ളവരോടും തന്നോട് തന്നെയും ക്ഷമിക്കുക. പ്രാർത്ഥിക്കുക. പ്രത്യേകമായി ജപമാല പ്രാർത്ഥന ചൊല്ലുക. നിങ്ങൾ ആദ്യമേ ആത്മീയമായി ഒരുങ്ങുന്നില്ലെങ്കിൽ ഭൗതികമായ ഒരുക്കം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും ശക്തമായ ആത്മീയ അഭ്യാസം ഉപവാസമാണ്. ഉപവാസവും പ്രാർത്ഥനയും വഴിയായി നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഉപവാസം മാത്രം പോരാ, പ്രാർത്ഥന മാത്രവും പോരാ. ഇവ രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഈ മുന്നറിയിപ്പിൻ്റെ ഉദ്ദേശം നല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അതേസമയം തന്നെ പാപികൾക്ക് അനുതപിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുമാണ്. ഈ മുന്നറിയിപ്പിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്നും ദൈവത്തിനെതിരെ ചെയ്യപ്പെടുന്ന പാപങ്ങൾ കുറയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുന്നറിയിപ്പ് നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ ശിക്ഷയാണ്. നീതിമാന്മാർക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും മറുവശത്താകട്ടെ ദുഷ്ടരോട് അന്ത്യകാലം അടുത്തെത്തിയെന്നു പറയാനും.